السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ഗാശിയയുടെ 3-ാം ഭാഗമാണ്. ഇതിലുള്ള വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നമ്മൾ എന്തൊക്കെ തെറ്റുകളാണ് നമ്മൾക്ക് വരാൻ സാധ്യതയുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. ഇൻഷാ അല്ലാഹ് ഇന്ന് 7 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഒന്നാമത്തെ ആയത്ത് ഫീഹാ സുറുറും മർഫൂഅ. ഫീഹാ സുറുറും മർഫൂഅ. ഇതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഫീഹ സുറുറുൻ. സ എന്ന് പറയുമ്പോൾ നാവിന്റെ കൂർത്താറ്റം 2 വരി മുൻപല്ലുകൾക്ക് തൊട്ട് പിൻഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഫീഹ സുറുറും മർഫൂഅ. ഒറ എന്നുള്ള അക്ഷരത്തിന്റെ ഉച്ചാരണം നാവിന്റെ തലയുടെ മുതുക് എന്നൊക്കെയാണ് നമ്മൾ പറയാ. നാവിന്റെ തല അത് 2 വരി മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗം അഥവാ മീൻസ് ആ പല്ല് കഴിഞ്ഞിട്ടുള്ള ഭാഗം, അഥവാ പല്ലില് സ്പർശിക്കാതെ പല്ല് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തിനാണ് നമ്മൾ ഈ മോണ എന്ന് പറയുന്നത്. അപ്പൊ അറ അറ അറായൊക്കെ ചില ആളുകൾ നാവിന്റെ ആരംഭം ഒറോ ഒറോ ഒറ എന്നൊക്കെയുള്ള പല തെറ്റായ ഉച്ചാരണങ്ങളുണ്ട്. അതൊക്കെ തെറ്റാണ്. അപ്പൊ നാവിന്റെ മുകൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ആ അറ്റം അല്ലെങ്കിൽ നാവിന്റെ അറ്റം, അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം പല്ലിന്റെ ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിനാണ് മോണ എന്ന് പറയുന്നത്. ആ മോണയിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒറ. സുറുറും മർഫൂഅ ഫീഹാ സുറുറും മർഫൂഅ. പിന്നെ ഇവിടെയുള്ള നിയമം നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് അല്ലെ. സുറുറുൻ നൂനിനോ തൻവീനിനോ ശേഷം
മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന. സുറൂറുൻ മർഫൂഅ എന്നല്ല, സുറൂറും മർഫൂഅ, സുറൂറും മർഫൂഅ, ഫീഹാ സുറൂറും മർഫൂഅ وأكواب موضوعة وأكواب موضوعة. വ വ എന്നുള്ളത് നമ്മൾ ഈ ചൂളമടിക്കുന്നൊക്കെ രീതിയിൽ വായ ഒരു അല്ലെങ്കിൽ ആ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. അല്ലാതെ ഫ ഉച്ചരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവ മേലെ പല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ വെച്ചുകൊണ്ട് വ എന്ന് ഉച്ചരിക്കാറുണ്ട്. അത് അറബിയിലുള്ള വായല്ല, തെറ്റായ ഉച്ചാരണമാണ്. അപ്പൊ വ എന്ന് പറയുന്നത് ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കണം. വഅക്വാബുൻ വഅക്വാബും മൗളൂഅ, അക്വാബും മൗളൂഅ. ഇവിടെ ബ മീൻ മായും ബായും നമ്മൾ ചുണ്ടിന്റെ രണ്ട് ചുണ്ടുകളിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ് എന്നാണ് പറയാ. എന്നാലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ പറയുന്ന ഒരേ സ്ഥലത്ത് നിന്ന്, പിന്നെ ഒരേ സ്ഥലത്ത് നിന്ന് വരുന്നത് എങ്ങനെ രണ്ട് ആളുകളാകുന്നു എന്നുള്ളൊരു ചോദ്യം വരും. ഇപ്പം ഒരേ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കള് രണ്ട് സ്വഭാവക്കാരില്ല. അതേപോലെ തന്നെ ഇത് ഒരേ സ്ഥലത്ത് നിന്നാണ് വരുന്നതെങ്കിലും ചെറിയൊരു വ്യത്യാസങ്ങൾ ഉണ്ടാവും. മ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ചുണ്ടും മൃദുലമായിട്ട് രണ്ട് ചുണ്ടും എന്ത് ചെയ്യും, ഒരേപോലെ വെക്കും. ബ എന്ന് പറയുമ്പോൾ ബ എന്ന് പറയുമ്പോൾ താഴെ ചുണ്ടിന്റെ പള്ള നമ്മളൊന്ന് വിശാലമാക്കി വെച്ചുകൊണ്ടായിരിക്കും ഉച്ചരിക്കുക. ഓക്കെ. വഅക്വാബും മൗളൂഅ, വഅക്വാബും മൗളൂഅ, വഅക്വാബും മൗളൂഅ. ള എന്ന് പറയുമ്പോൾ നാവിന്റെ അരു അല്ലെങ്കിൽ നാവിന്റെ ആ ഒരു സൈഡ്, അത് ആ ഭാഗത്തുള്ള അണപ്പല്ല് തുടങ്ങുന്ന ഭാഗത്ത്, അഥവാ അണപ്പല്ലിലും അതിന്റെ മോണയിലുമായിട്ട് ചെറുങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടായിരിക്കും. വഅക്വാബും മൗളൂഅ, മൗളൂഅ. ഒന്നുകിൽ വലതുഭാഗം അല്ലെങ്കിൽ ഇടതുഭാഗം. വലതുഭാഗമാണ് നല്ലത്. പിന്നെ വഅക്വാബും മൗളൂഅ എന്ന് പറയുന്നിടത്ത് നേരത്തെ പറഞ്ഞ ഇദ്ഗാമും ബിഗുന്ന, വഅക്വാബുൻ മൗളൂഅ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇദ്ഗാം ചെയ്തു, ചേർത്തു, വഅക്വാബും എന്നാക്കി. എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, മണിക്കുക കൂടി ചെയ്തു. വഅക്വാബും മൗളൂഅ വനമാരിഖു മസ്ഫൂഫ, വനമാരിഖു മസ്ഫൂഫ, വനമാരിഖു. ന ന ന ന എന്ന് പറയുമ്പം നാവിന്റെ അറ്റം അത് പല്ലിന്റെ മോണ എന്ന് പറയും. അഥവാ പല്ല് തീർന്നിട്ട് ബാക്കിയുള്ള ആ ഒരു മാംസം പോലത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിനാണ് നമ്മൾ മോണ എന്ന് പറയാ. ന ന വനമാരിഖു, വനമാരിഖു മസ്ഫൂഫ, വനമാരിഖു മസ്ഫൂഫ, വനമാരിഖു. ഇരി ഇരി എന്ന് പറയുമ്പോൾ നമ്മൾ രി എന്ന് പറയാം. മലയാളത്തിലുള്ള രി എന്ന് പറയാൻ പാടില്ല. റ എന്നുള്ളത്, റ എന്ന് പറയുമ്പം തഫ്ഹീമായിട്ടാണ് നമ്മൾ ഉച്ചരിക്കുക. രി എന്ന് പറയുമ്പോൾ എന്താണ്, ആ റായിൽ നിന്ന് മാറിയിട്ടുള്ള ചെറിയൊരു ശബ്ദമായിട്ടാണ് വരിക. വനമാരിഖു, വനമാരിഖു. റ എന്ന് പറയുമ്പം നമ്മൾ നാവിന്റെ ആദ്യ ഭാഗം നമ്മൾ ഒരു വളച്ചു വെച്ചുകൊണ്ടായിരിക്കും റ എന്ന് ഉച്ചരിക്കുക. വനമാരിഖു. അതേ സ്ഥാനത്ത് തന്നെ എന്താണ്, നാവ് കുറച്ചുകൂടി നാവിന്റെ അഗ്രഭാഗം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും. വനമാരിഖു മസ്ഫൂഫ, മസ്ഫൂഫ. സ്വ, നാവിന്റെ കൂർത്താറ്റം രണ്ട് വരി മുൻപല്ലുകൾക്ക് തൊട്ടു പിൻഭാഗത്തായിട്ടാണ് നമ്മൾ ഉച്ചരിക്കുക. മസ്ഫൂഫ, മസ്ഫൂഫ. ഇത് പല ആളുകളും സ്വ എന്ന് പറയാറുണ്ട്. സ്വ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, സ് പ്ലസ് വായാണ് സ്വ. അത് തെറ്റാണ്. അപ്പൊ അവിടെ രണ്ടക്ഷരങ്ങൾ വരും. ഇത് മസ്ഫൂഫ, മസ്ഫൂഫ, അല്ലാതെ മസ്ഫൂഫ. ഈ പറയുന്ന സ്വ അല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. വനമാരിഖു മസ്ഫൂഫ, വസറാബിയ്യു മബ്സൂസ, വസറാബിയ്യു മബ്സൂസ, വസറാബിയ്യു മബ്സൂസ, വസറാബിയ്യു. ഈ പറയുന്ന
എന്താണ് വളരെ ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ട ഒരു അക്ഷരമാണ് സ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സ്വാ, സ, സ ഈ പറയുന്ന സാക്ക് ഉച്ചരിക്കുന്നതിന്റെ കുറച്ചുകൂടി മുന്നിലേക്ക് നാവ് വരും. വസറാബിയു, വസറാബിയു, സ, 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 സ. ഓക്കെ. അപ്പൊ വസറാബിയു മബ്സൂസ, വസറാബിയു, വസറാബിയു മബ്സൂസ. യ എന്ന് പറയുമ്പോൾ നാവിന്റെ മധ്യഭാഗം അതിന്റെ മുകളിലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്. വസറാബിയു മബ്സൂസ, വസറാബിയു മബ്സൂസ, വസറാബിയു മബ്സൂസ. മബ്സൂസ, സ, സ. സ എന്ന് പറയുമ്പം നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് ആ പല്ലിന്റെ തുടക്കത്തിൽ എന്ത് ചെയ്യും, കുറച്ചൊന്ന് പരത്തി അങ്ങ് വെക്കും. സ, സ. ദ എന്ന് പറയുമ്പം ജസ്റ്റ് ഒന്ന് അവിടെ സ്പർശിക്കുള്ളൂ. സ എന്ന് പറയുമ്പോൾ നാവ് ആ ഒരു പല്ലിന്റെ ഭാഗത്ത് കുറച്ചൊന്ന് പരത്തി വെച്ചിട്ട് വസറാബിയു മബ്സൂസ, വസറാബിയു മബ്സൂസ. ഇവിടെ വേറെ നിയമങ്ങളൊന്നുമില്ല. വസറാബിയു മബ്സൂസ. അഫലാ യൻദുറൂന, അഫലാ യൻദുറൂന. എന്നായി പോകരുത്, യൻദുറൂന. ഞാൻ ആദ്യമേ പറയുന്നതാണ്. ഇവിടെ യ, യാ, ഇ, ഈ, അതേപോലെ തന്നെ യു, യൂ, അതേപോലെ തന്നെ എന്താണ് യ്. പിന്നെ വരുന്നത് എന്താണ്, നമുക്ക് ആകെ വരുന്ന ഒരു കാര്യം ഇപ്പോ എന്താണ് കൈ, കൈ എന്നുള്ള ഒരു സംഗതിയാണ്. അല്ലാതെ ഒറ്റ അക്ഷരമായിട്ട് അറബിയിൽ അങ്ങനെയില്ല. അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ നൗം എന്നൊക്കെ പറയുമ്പോൾ നവും, അതാണ് നൗ ആയത്. അല്ലാതെ നമ്മളെ മലയാളത്തിൽ കാണിക്കുന്ന പോലെ കൈ, നൗ എന്ന് പറയുന്ന ഒറ്റ ഉച്ചാരണവും അങ്ങനത്തെ അടയാളങ്ങളൊന്നും അറബിയിലില്ല. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഇലൽ ഇബിലി അല്ല, ഇലൽ ഇബിലി, ഇബിലി. അഫലാ യൻദുറൂന ഇലൽ ഇബിലി, ഇബിലി കൈഫ ഖുലിഖത്. ആയി പോകാൻ പാടില്ല. അഫലാ യൻദുറൂന, യൻദുറൂന ഇലൽ ഇബിലി. ള എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മഖ്റജ് തന്നെ, അഥവാ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് വരും. അഫലാ യൻദുറൂന. അപ്പം താഴ്ഭാഗത്ത് എന്ന് പറയുമ്പം എന്താണ് കുറച്ചൊന്ന് പല്ലിന്റെ താഴ്ഭാഗത്ത് ചേർന്ന് നിന്നുകൊണ്ടായിരിക്കും വരിക. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഇലൽ ഇബിലി, ഇബിലി കൈഫ ഖുലിഖത്. ഇബിലി. ബാ പോലെയുള്ള അക്ഷരങ്ങൾ എന്നല്ല, എല്ലാത്തിലും അറബിയിൽ ഇകാരം, ഈ എന്നുള്ള ഉച്ചാരണം, ഇബിലി, ഖുലി, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുച്ചരിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം അത് അല്ല, ഈ അല്ല, ഇത് രണ്ടും അല്ലാത്ത ഇതിന്റെ ഇടയിലുള്ള ഒരു ഉച്ചാരണമായിരിക്കും സാധാരണ രീതിയിൽ വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. അഫലാ യൻദുറൂന. ഇവിടെ ഇഖ്ഫാ എന്ന് പറയും. യൻദുറൂന എന്നാണുള്ളത്. പക്ഷെ നമ്മൾ അത് ഇഖ്ഫാ, നൂനിനെ ഒന്ന് അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ മണിച്ചുച്ചരിക്കും. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത്. വഇലസ് സമാഇ, സ. വഇലസ് സമാഇ കൈഫ റുഫിഅത്, കൈഫ റുഫിഅത്. വഇലസ് സമാഇ, സ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. അസ്സമായി, അസ്സമായി എന്ന് പറയുമ്പം ഇവിടെ ഞാൻ ഈ ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ അസ്സമാ എന്ന് പറയുന്ന ആ നീട്ടാനുള്ളത്, അഥവാ ഇപ്പൊ സ എന്നാണെങ്കിൽ സാ, അത് മദ്ദക്ഷരമാണ്. ഇനി സി എന്നാണെങ്കിൽ സീ, യാ മദ്ദക്ഷരാണ്. ഇനി സു ആണെങ്കിൽ സൂ, വാവ്. ഈ പറയുന്നതിനെയാണ് നമ്മൾ മദ്ദക്ഷരം അഥവാ നീട്ടാനുള്ള അക്ഷരം എന്നേ അർത്ഥമുള്ളൂ. വഇലസ്സമായി, ഈ മദ്ദക്ഷരത്തിന് ശേഷം
അതേ പദത്തിൽ ഹംസ. അസ്സമാ എന്ന് പറയുന്നത് ഒരു പദമാണ്. ഇനി യാ അയ്യുഹല്ലദീന എന്ന് പറയും. യാ എന്നുള്ളത് ഒരു പദമാണ്. ഇതിന്റെ അവസാനത്തിൽ മദ്ദക്ഷരം വന്നു. അയ്യുഹ അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ എന്ത് ചെയ്തു? മദ്ദക്ഷരം വന്നു. അപ്പൊ ഇത് രണ്ട് രീതിയിൽ വരും. അപ്പൊ ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ ഹംസ വന്നതുകൊണ്ട് തന്നെ അത് നമ്മൾ ഒരു 7 ഹർക്കത്തിന്റെ ഖദർ എന്നൊക്കെ പറയും. നിങ്ങൾ അങ്ങനത്തെ ഒരു സങ്കീർണതയൊന്നും നിങ്ങൾ പഠിക്കേണ്ട. വ ഇലസ്സമാഇ കൈഫ റുഫിഅത്, സാധാരണ നീട്ടുന്നതല്ല, കുറച്ചൊന്ന് കൂടുതൽ നീട്ടണം. വ ഇലസ്സമാഇ കൈഫ റുഫിഅത് وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الجبال كيف نصبت. ക എന്ന് പറയുമ്പോൾ നാവിന്റെ ആരംഭം. ആ എന്ന് പറയുമ്പോൾ നമ്മൾ അണ്ണാക്കിൽ നിന്ന് ആ ഹ അംസ് ഹ പറഞ്ഞു, പിന്നെ ഐൻ ഹ പറഞ്ഞു തൊണ്ടയുടെ മധ്യഭാഗത്തുനിന്ന്, ഗൈൻ ഹ പറഞ്ഞു തൊണ്ടയുടെ മുകൾ ഭാഗത്തുനിന്ന്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടു മുകളിലാണ് നാവിന്റെ ആരംഭവും അണ്ണാക്കിലും എന്ത് ചെയ്യുന്നത്? ക എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്നത്. പിന്നെ അതിന്റെ കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക എന്നുള്ള ഉച്ചാരണം വരുന്നത്. വ ഇലൽ ജിബാലി കൈഫ നുസിബത് وإلى الجبال كيف نصبت وإلى الجبال كيف نصبت وإلى الجبال كيف نصبت وإلى الجبال كيف 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 ഒന്നായി പോകാൻ പാടില്ല. كيف نصبت وإلى الجبال كيف 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 نصبت. ഇത്രയും ആയത്തുകളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഒന്ന് സൂറത്ത് പെട്ടെന്ന് ഓതി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ബാക്കിയുള്ള 7 ആയത്തുകൾ കൂടിയുണ്ട്, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. ഇൻഷാ അല്ലാഹ് ബാക്കി ആയത്തുകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ഖുർആൻ പാരായണം പഠിക്കുക. അതിനുവേണ്ടി കൃത്യമായ സമയം ചിലവഴിക്കുക. അള്ളാഹു നമ്മളുടെ ഈ ഉദ്യമം കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.